കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ആക്ച്വലി ഈ തോക്കിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളോടും ഭയങ്കര ക്രേസായിരുന്നു, സത്യം പറയാൻ. പക്ഷേ ഈ ഇത്തവണ സാറിന് അറിയാവുന്ന പോലെ കട്ട് ഓഫിൻ്റെയും നോർമലൈസേഷൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നമുക്ക് കട്ട് ഓഫിൽ വന്നത്. പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ചാടിക്കിടക്കാതെ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. പഠിക്കുന്നത് എന്താണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാക്കുക. യുദ്ധം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എക്സ് മിലിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് കേരളക്കരയിൽ മൊത്തം ഉള്ളത്. അതിപ്പോൾ ഒബിയസ്ലി ഡിഗ്രി കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ക്ലിയർ ചെയ്ത് സക്സസ് അച്ചീവ് ചെയ്തിരിക്കുന്നവരെ പരിചയപ്പെടുത്തുന്ന സക്സസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുകേഷ് കുമാറാണ്. അദ്ദേഹം 2024 SSC CGL എക്സാം ക്ലിയർ ചെയ്തിപ്പോൾ ഓഡിറ്റർ പോസ്റ്റിലേക്കാണ് അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തട്ടെ. എങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്ത സ്ട്രാറ്റജി എന്താണ്, അദ്ദേഹത്തിൻ്റെ മറ്റു പല വിശേഷങ്ങളിലേക്കും നമുക്ക് പോവാം. ഓക്കെ, പരിചയപ്പെടുക. താങ്ക് യു സാർ. അപ്പം എൻ്റെ പേര് മുകേഷ് കുമാർ. ഞാൻ എൻ്റെ സ്ഥലം വരുന്നത് വേളമാനൂരാണ്. വേളമാനൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരിപ്പള്ളി. അത് നമ്മുടെ ആക്ച്വലി നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഓൾ കേരള പലയിടത്തും ഉണ്ടാവും. കുറച്ചുകൂടെ അറിയാവുന്ന സ്ഥലം ഞാൻ പറയാം. അപ്പം എൻ്റെ ഒറിജിനൽ നേറ്റീവ് പ്ലേസ് വേളമാനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് നിയർ ടു കല്ലുവാതക്കൽ എല്ലാവർക്കും അറിയാം. കൊല്ലം കല്ലുവാതക്കൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഇപ്പം സ്റ്റേ ചെയ്യുന്നത് പുനലൂരാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു എൽഡർ ബ്രദറുണ്ട്, പിന്നെ വൈഫ്, ഒരു മോൻ. ഓക്കെ. അപ്പം ജസ്റ്റ് പരിചയപ്പെടുത്തി. മുകേഷ് കുമാർ എന്നാണ് പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, കൊല്ലം ജില്ലയാണെന്ന് പറഞ്ഞു. ഇനി കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. SSC CGL പ്രിപ്പയർ ചെയ്തതും അതുപോലെ തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ മിലിറ്ററി ലൈഫ്, ഇങ്ങനെയുള്ള കുറേ കഥകൾ ഷെയർ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഏതൊക്കെ പരീക്ഷകളാണ് നമ്മൾ ഇപ്പം ഈ ഇത്രയും സമയത്തിനിടെ കുറേ പരീക്ഷകൾ ക്ലിയർ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പരീക്ഷകളാണ് ക്ലിയർ ചെയ്തതെന്ന് പറയാം? സാർ, ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ആവുന്നത് 2022 ഓഗസ്റ്റിലാണ്. അപ്പം 2022 MTSും CHSലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, SSCയുടെ. പക്ഷെ അതിൽ എനിക്ക് വളരെ ചെറിയൊരു മൈനർ കട്ട് ഓഫിൽ എനിക്ക് MTS കിട്ടിയില്ലായിരുന്നു. CHSL ടൈപ്പിങ്ങിൽ എറർ കാരണം കുറച്ച് അത് വേക്കൻസി വളരെ കുറവായിരുന്നു. പക്ഷേ മാർക്ക് എനിക്കുണ്ട്, എനിക്ക് അറൗണ്ട് 314 മാർക്ക് ഉണ്ടായിരുന്നു. ബട്ട് എറർ കാരണം നമുക്കത് കിട്ടിയില്ല. അപ്പം അതിനുശേഷം ഞാൻ മോസ്റ്റ്ലി ആ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അതിനിടയിലാണ് SSC ഞാൻ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ റിട്ടയർ ആയി വന്ന സമയം കൊണ്ട് ആയതുകൊണ്ട് പ്രിപ്പറേഷൻസ് തീരെ ഇല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ 2023 ആണ് ഞാൻ ദിശയിൽ ജോയിൻ ചെയ്യുന്നത്. 2023 മെയിലാണ്. അപ്പം അതിനുശേഷമാണ് ഞാൻ ആ വർഷത്തെ SSC CGL CHSL MTS ഈ 3 എക്സാം ഞാൻ അപ്പിയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിലെനിക്ക് MTS ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയിലാണ് അത് കിട്ടിയത്. CHSL പഴയ കാര്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ അത് നഷ്ടമായി. CGL എനിക്ക് എൻ്റെ കട്ട് ഓഫ് ക്ലിയർ ആയിരുന്നു, ബട്ട് വേക്കൻസി വളരെ കുറവായിരുന്നു 2023. അതെ. അതുകൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ആയിട്ട് പോലും എനിക്ക് അലോക്കേഷൻ കിട്ടിയില്ല, ജോബ് അലോക്കേഷൻ കിട്ടിയില്ലായിരുന്നു. അതിനുശേഷമാണ് 24 ഞാൻ എക്സാംസ് എല്ലാം അപ്പിയർ ചെയ്യുന്നത്. സോ 24 വന്നിട്ട് ഇതിനിടയ്ക്ക് ഞാൻ സൈമിൾട്ടേനിയസ്ലി PSCയും കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം PSCയുടെ എനിക്ക് 1-2 ലിസ്റ്റിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റി. പക്ഷേ അതിൻ്റെതും അഡ്വൈസൊന്നും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഒബിയസ്ലി PSCക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളും വേണം. അതിനുശേഷമാണ് 24 എക്സാംസ് അപ്പിയർ ചെയ്യുന്നത്. 24 എനിക്കിപ്പം സാറിപ്പം വിളിച്ചതുപോലെ CGL 24 ആണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഓഡിറ്ററിൽ CGD ആണ്, ഓഡിറ്റർ പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ MTS കിട്ടിയിട്ടുണ്ട്. MTSൽ ഹവൽദാർ പോസ്റ്റാണ് കിട്ടിയത്. അത് നമ്മുടെ കേരളം തന്നെ, തിരുവനന്തപുരം GSTയിലാണ് കിട്ടിയിരിക്കുന്നത്. CHSL പഴയതുപോലെ തന്നെ ടൈപ്പിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടൈപ്പിംഗ് നമുക്ക് കീബോർഡ് സംബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈപ്പിങ്ങിൽ എറർ കാരണം അതും ഇപ്രാവശ്യം CHSL ഇപ്രാവശ്യം നഷ്ടമായി. പിന്നെ അതുകൂടാതെ RPFൻ്റെ SIയുടെ എക്സാം എഴുതിയിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിനി ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഉണ്ട്. അപ്പോൾ അതിനി ക്വാളിറ്റർ അവർ വരും. എൻ്റെ പ്രിലിമിനറി എക്സാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഒരുപാട് എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു, ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അപ്പം ഇപ്പോൾ CGL പോലൊരു പരീക്ഷയെ സംബന്ധിച്ച് ഇപ്പോൾ ഓഡിറ്റർ പോസ്റ്റാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ബെറ്റർ പോസ്റ്റുകൾ അല്ലെങ്കിൽ ലെവൽ 7 പോസ്റ്റുകളുണ്ട്, ലെവൽ 6 ഉണ്ട്, ലെവൽ 5 ഉണ്ട്, ഇങ്ങനെ പല പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഏത് പോസ്റ്റാണ് ഇപ്പോൾ CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ മോഹിക്കുന്ന ചില പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ഒരുപക്ഷെ അതുപോലെ ആയിരിക്കും. അപ്പം ഏത് പോസ്റ്റാണ് ഏറ്റവും മോഹിച്ചത്? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാമോ?
എനിക്ക് ഇഷ്ടം സാറേ ഇൻകം ടാക്സ് ആയിരുന്നു. ഇൻകം ടാക്സ് ആയിരുന്നു എൻ്റെ പ്രിഫറൻസ്. അതിൽ തന്നെ ഇൻസ്പെക്ടർ പോസ്റ്റ്, അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ബീങ് ആൻ എക്സർവീസ്മെൻ നമുക്കൊരു അതിലൊരു നിശ്ചിത പെർസെൻറ്റേജ് കോട്ടയുണ്ട്. അപ്പം ഒബിയസ്ലി നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. കാരണം നമുക്കായിട്ട് സെപ്പറേറ്റ് കുറച്ച് സീറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളെ കോമ്പറ്റീഷൻ ആ സീറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം പക്ഷേ ഇത്തവണ സാറിന് അറിയാവുന്ന പോലെ കട്ട് ഓഫിൻ്റെയും നോർമലൈസേഷൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നമുക്ക് കട്ട് ഓഫിൽ വന്നത്. അത് കാരണം ചെറിയൊരു വ്യത്യാസത്തിൽ എനിക്ക് ഇൻസ്പെക്ടറാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും. അപ്പോൾ അത് എനിക്ക് നഷ്ടമായി. അതിനുശേഷം ഞാൻ വെച്ചതാണ് ലെവൽ 5 പോസ്റ്റുകളാണ് ഈ ഓഡിറ്റർ പോസ്റ്റുകളെല്ലാം. അതിൽ CAG ആയിരുന്നു എൻ്റെ സെക്കൻഡ് പ്രിഫറൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സോ അതിൽ വേക്കൻസിയുടെ കുറവ് കാരണം മേ ബി അതിൽ ചെറിയൊരു വ്യത്യാസത്തിൽ കിട്ടിയില്ല. അതിനുശേഷം വെച്ചതാണ് CGDA. സോ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം CGL എക്സാം തന്നെ എനിക്ക് തോന്നുന്നു മറ്റു പല പരീക്ഷകളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. CGLൻ്റെ ഈ ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ പോകാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാംസ് ആണോ താല്പര്യപ്പെടുന്നത്? ഇത് കൂടാതെ സർ സെൻട്രൽ ഗവൺമെന്റ് 1-2 ഹോം മിനിസ്ട്രിയുടെ 1-2 എക്സാംസ് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ലെവൽ 7 പോസ്റ്റ് ആണ്. സോ ഏതാണ് നമ്മൾ ആദ്യം ഇതുവരെ ഇതിന്റെ പ്രോസസ്സസ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഏതാണോ അതിൽ ജോയിൻ ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ. അപ്പം പരീക്ഷയെ പറ്റിയാണ് പറഞ്ഞത്. പരീക്ഷയെ പറ്റി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോൾ നമുക്കിനിയും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്? ഇപ്പം അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ട് ദിശയിൽ വന്നു, സ്റ്റാർട്ട് ചെയ്തു, ബേസിക്സ് പഠിച്ചു. അപ്പോൾ ഇനിഷ്യലി ഫ്രം ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്, അതായത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അതായത് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ തിങ് എന്താണ്? അതായത് ബേസിക്സ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങൾ കാണുന്ന കാര്യം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം സാറേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് നമ്മുടെ സ്പീഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാൾ എത്ര പഠിക്കട്ടെ, എത്ര കുറച്ചറിവ് ഉണ്ടായാലും നമ്മൾ ആ എക്സാം നമ്മൾ അപ്പിയർ ചെയ്യുന്ന സ്പീഡ് നമ്മളെ റിസൾട്ടിനെ ഒരുപാട് ബാധിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ഇപ്പം എനിക്ക് തന്നെ തുടക്കത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, എസ്പെഷ്യലി ഞാൻ ബാങ്കിങ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ബാങ്കിൽ സ്പീഡ് വളരെ മാറ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് പ്രിലിംസിനകത്ത്. കാരണം 1 hour നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ അതിനകത്ത് മാക്സിമം അറ്റൻഡ് ചെയ്യുക, മാർക്ക് വാങ്ങുക, അത് റൈറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റാതെ തന്നെ നമ്മൾ അപ്പോൾ അതിൽ കാൽക്കുലേഷൻസ് കൂടുതലുള്ള റീസണിങ് ആണെങ്കിൽ പോലും വളരെ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ SSC സംബന്ധിച്ചിടത്തോളം അതിലും അതെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സ്പീഡ് എന്തായാലും നമ്മൾ ഒരുപാട് ഫാക്ടറാണ്, ഒരു വലിയൊരു ഫാക്ടറാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പിന്നെ അതുപോലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു CHSL 2022 എഴുതിയിരുന്നു, അവിടെ നമുക്ക് ഓക്കെ ആയില്ല, പല കാരണങ്ങളുണ്ടായിരുന്നു. 2023 എഴുതി, അവിടെയും നമ്മൾ ഒരുപക്ഷെ സക്സസിൻ്റെ തൊട്ട് വാതിൽക്കൽ എത്തിയിട്ട് വീണ്ടും അവിടെയും നമുക്ക് പുറത്താവേണ്ടി വന്നു. വീണ്ടും 2024 CG എത്തിയപ്പോഴാണ് നമ്മളത് ക്രാക്ക് ചെയ്യുന്നത്. ഇതൊരു വലിയ ജേണിയാണ് ആക്ച്വലി. ഈ പറയുന്ന പല ആൾക്കാരും ചെയ്യുന്നത്, ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ, ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ തന്നെ അവരവിടെ വെച്ച് നിർത്തിയിട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു കാര്യം എന്താണ്? മോട്ടിവേഷൻ എങ്ങനെയാണ് ഇത്രയും നാൾ പഠിക്കാനും ഫൈനലി ജോലിയിൽ എത്താനും ഒരു മോട്ടിവേഷൻ കിട്ടിയത്? അത് സാർ ആക്ച്വലി ഞാൻ പറയുന്നത് പെർസിവറൻസ് ആണ് അതിൻ്റെ കീ. അതായത് നമ്മൾ ഇപ്പം മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 year വന്ന് ട്രൈ ചെയ്യും എല്ലാവരും. അത് കഴിയുമ്പം ഇപ്പോൾ ഒരു 1-2 എക്സാംസ് ആ 1 yearൻ്റെ ഉള്ളിൽ അവർ എഴുതിയിട്ട് ചിലപ്പോൾ മേ ബി അവർക്ക് പ്രിപ്പറേഷൻസ് ഇല്ലായിരിക്കാം, അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരിക്കാം എക്സാംസ് എഴുതിയിട്ടുള്ള. അപ്പോൾ 1 year എഴുതിയിട്ട് ഇത് നമ്മൾ കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡെസ്പായിട്ട് അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് ചിലപ്പോൾ ചിലപ്പോൾ മേ ബി PSCയിലോട്ടായിരിക്കും പോകുന്നത്. PSCയിൽ ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അവരുടെ പെർസിവറൻസ് ആണ് അവർ മാറ്റർ ചെയ്യുന്നത്. ഒരുപാട് പേരുടെ സക്സസ് വീഡിയോസും അവരുടെ ഷോർട്സ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ കാണും. ഇവൻ നോർത്ത് ഇന്ത്യൻസ് ആയാലും സൗത്ത് ഇന്ത്യൻസ് ആയാലും അവർ ആദ്യം തന്നെ കാണിക്കുന്ന ആഫ്റ്റർ 5 years ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ 6 years ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എസ്പെഷ്യലി സൗത്തിലുള്ള കുട്ടികൾക്ക് ആ ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന ഒരു 5 years കണ്ടിന്യൂ ഒരു സ്ഥലത്തോട്ട് പരിശീലിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി കുറവാണ്. ചെയ്യുന്നവരുണ്ട്, ഒബ്വിയസ്ലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ എന്നാലും പൊതുവെ കാരണം നമുക്ക് ക്ലാസ്സിൽ തന്നെ കാണാൻ പറ്റും സാർ. നമ്മളിപ്പോൾ ഒരു 30 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 1 year കഴിയുമ്പോൾ മേ ബി ഒരു 20-25 റിമൈൻ അത് കാണുള്ളൂ. ബാക്കിയുള്ളവർ അത് ഉപേക്ഷിച്ച് അവർക്ക് ചിലപ്പം ഇത്രയും ടൈം എനിക്ക് പറ്റില്ല, 1 year എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, മേ ബി ഞാൻ നെക്സ്റ്റ് ഒരു ഏരിയ നോക്കും, അവിടെ അവർക്ക് അത്രയും ടൈം തന്നെ കിട്ടും.
അവരുടെ പ്രിപ്പറേഷൻ ലെവൽ അത്രയും ഒരു 1 year തന്നെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എന്നിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാവും. മേ ബി ആ 2 year നിങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു ഒബിയസ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ചാടി കിടക്കാതെ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. പഠിക്കുന്നത് എന്താണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാക്കുക. അത് തന്നെയാണ് ഫോളോ ചെയ്തത്. എനിക്ക് തോന്നുന്നു 3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഏകദേശം 2-2.5 വർഷമായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ബെറ്റർ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റും, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇനിയും ഇത് എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അറിയാനുണ്ട്. അതായത് എക്സ് മിലിറ്ററി പോസ്റ്റിലാണ്, എക്സ് മിലിറ്ററി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് എക്സാംസിന് പ്രിപ്പയർ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. അതായത് എങ്ങനെയാണ് എക്സ് മിലിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ജോബ്, ഒരു ആർമി ജോബ് കിട്ടാൻ, ആ ജോബ് ഇത്രയും വർഷം ചെയ്ത ആളാണ്, അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചതും ആ ഒരു പോസ്റ്റിലേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ ഇപ്പം എൻ്റെ ഫാമിലിയിൽ 1-2 പേര് മിലിറ്ററിയിലുണ്ട്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ആക്ച്വലി തോക്കിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളോടും ഭയങ്കര ക്രേസ് ആയിരുന്നു, സത്യം പറയാനും. അപ്പോൾ എനിക്ക് അന്നേ ഉണ്ട് ആഗ്രഹം, എനിക്ക് എന്തായാലും ഫോഴ്സിൽ കയറണം, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ നമുക്ക് ഗൈഡൻസ് കൃത്യമായിട്ട് തരാൻ ഒരാളില്ലെങ്കിലും നമുക്ക് ഏകദേശം ചോദിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പം നേവിയിൽ ഒരാളുണ്ട്, എയർഫോഴ്സിൽ ഒരാളുണ്ട്, ആർമിയിൽ ഒരാളുണ്ട്. അപ്പം ചോദിക്കുക, അപ്പം ഞാൻ 3 ചോദിക്കുക ഏതാ നല്ലത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓരോരുത്തർ അവരുടെ സർവീസേ പറയുള്ളൂ, ഞാൻ ഇത് നല്ലതാണ് നീ ചെയ്യണം, ജോയിൻ ചെയ്യാം. അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം വന്നു. ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ജോലി നേടുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ ടൈമിൽ. മേ ബി അങ്ങനെ ആയിരുന്നു. തീർച്ചയായിട്ടും ചിലപ്പം സിറ്റുവേഷൻ അനുസരിച്ച് എനിക്കൊരിപ്പം ആ ഒരു ഓറിയന്റേഷനിൽ ഒരു കോഴ്സ് ചെയ്യണം. നോർമൽ എല്ലാവരും ഡിഗ്രി ചെയ്യുന്ന പോലെ പോയി ഡിഗ്രി ചെയ്യുക എന്നുള്ള എനിക്ക് മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡിപ്ലോമയ്ക്ക് അപ്ലൈ ചെയ്തു. ഡിപ്ലോമ ട്രിപ്പിൾ ആയിരുന്നു. ഞാൻ കൊട്ടി SM കോളേജിലായിരുന്നു പഠിച്ചത്, പോളിടെക്നിക്കിൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നേവിയുടെ അന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ല, നമ്മളെ ആപ്ലിക്കേഷൻ വരും, നമ്മളെ +2 ഞാനായിരുന്നു. അപ്പം അതുവരെ നേവി റിക്രൂട്ട് ചെയ്തിരുന്ന അതേഴ്സിൽ, അതായത് സെയിലർ കാറ്റഗറിയിൽ 10th ലെവലായിരുന്നു അതുവരെയുള്ള റിക്രൂട്ട്മെന്റ്. ഇപ്പം ഞാനാണ്, എൻ്റെ ബാച്ചാണ് ഫസ്റ്റ് +2 ലെവലിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സെയിലർ കാറ്റഗറി, സെയിലറിൽ തന്നെ നമ്മുടെ യോഗ്യത +2 ആക്കി മാറ്റുന്നത് എൻ്റെ സമയത്തായിരുന്നു. അതുവരെ MER റിക്രൂട്ട്സ് എന്നായിരുന്നു, മെട്രിക് എൻട്രി ആയിരുന്നു. എൻ്റെ സമയമായപ്പോഴത്തേക്ക് അത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് ആയി, SSR എന്നായി. സോ അതിലെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞാൻ കോളേജിൽ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന സമയം സെക്കൻഡ് ഇയറിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മളന്ന് തൊഴിൽ വാർത്ത ഇതൊക്കെ വാങ്ങിച്ച് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ ഇതിനകത്ത് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ വന്നു. അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ഇരിക്കുന്ന തന്നെ സഹപാഠികൾ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെ ഒരേ ക്രൈസുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്തു. എല്ലാവർക്കും കോൾ ലെറ്റർ വന്നു എക്സാമിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് റിട്ടേൺ എക്സാമാണ്. അപ്പോൾ കൊച്ചിയിൽ വെച്ചായിരുന്നു. നമ്മൾ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ നമ്മളൊരു 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് മാത്രമേ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സാം ക്ലിയർ ആയി, മെഡിക്കലും ഫിസിക്കലും എല്ലാം കഴിഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ 2007 ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2007 നേവിയിൽ ജോയിൻ ചെയ്യുന്നത്, ബേസിക് ട്രെയിനിങ്ങിനായിട്ട്. അപ്പം ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം തോക്കുകളോടൊക്കെ ആയിരുന്നു താല്പര്യം. അത് ഒരുവിധപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും. പക്ഷേ അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇപ്പം ഈ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലായിരുന്നു ജോലി? അത് ഇപ്പം ഞാൻ ട്രെയിനിങ്ങിലായിരുന്നപ്പം തന്നെ എനിക്ക് എൻ്റെ ഷൂട്ടിങ് ഒരുവിധം നല്ല ക്വാളിറ്റി, മീൻസ് നമ്മുടെ എയിമും എല്ലാം കാര്യങ്ങൾ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കമാൻഡ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. മസ്കറ്റ്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സർവീസ് കയറിയ സമയത്ത് ട്രെയിനിങ്ങിൽ വെച്ച് തന്നെ ഞാൻ പോയി ഇൻട്രാ കമാൻഡൊക്കെ പങ്കെടുത്തു. അതിൽ പൊസിഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലി തുടർന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് 2013 കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ വന്നു. അപ്പോൾ അവിടെ നമുക്ക് ബേസിക്കലി ഒരു റൈഫിൾ ക്ലബ്ബുണ്ട് നമ്മുടെ സർവീസസിൻ്റെ തന്നെ, നേവിയുടെ തന്നെ. അപ്പം അവിടെ എസ്പെഷ്യലി 10 മീറ്റർ എയർ റൈഫിൾ, എയർ പിസ്റ്റൾ, ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ അകത്ത് തന്നെയുള്ള കുട്ടികൾക്കും സർവീസുകാർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് അതിലൊരു തുടക്കം എനിക്ക് കിട്ടിയപ്പോൾ നല്ലൊരു കോച്ച് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് ഡിസ്ട്രിക്ട് ലെവൽ ഇവൻറ്റിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് ലെവൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. നാഷണൽ ലെവലിൽ പങ്കെടുത്തു. ഞാൻ 3 നാഷണൽസിൽ പങ്കെടുത്തിട്ടുണ്ട്. നാഷണൽ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നേവിയെ പ്രതിനിധീകരിച്ചും കേരള സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് 3 വർഷം. ഓക്കെ. അതുപോലെ ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയ മറ്റൊരു ചോദ്യമാണ്, ഇപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് മിലിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CGL-ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. എവിടെയായിരുന്നു യഥാർത്ഥത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത്? അത് ഒബ്വിയസ്ലി CGL-ന് വേണ്ടിയത്. കാരണം മറ്റേത് ഫിസിക്കലും ഇത് മെൻ്റലുമാണ്. മറ്റേത് മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. എന്നാലും ഇപ്പം ആർമിക്കാരെ ഫേസ് ചെയ്യുന്നതിൽ അത്രയും ഒരു കോംപ്ലിക്കേഷൻസ് ഒബ്വിയസ്ലി നമ്മൾ നേവിയിൽ അത്ര ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം ജോലിപരമായിട്ടായിരുന്നു നമ്മൾ
മാക്സിമം പീസ് ഏരിയസിലാണ് നമ്മൾ എൻ്റെ വർക്കും എല്ലാം മാക്സിമം കോസ്റ്റൽ ഏരിയസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിപ്ലോയ്മെന്റിന് പോകുമ്പോൾ ഉള്ള എന്തെങ്കിലും എൻകൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുള്ളതല്ലാതെ അല്ലാതെ കോൺഫ്ലിക്റ്റ് ഏരിയയിൽ നമ്മൾ സർവീസ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആർമിക്കാരാണ് ഓബിയസ്ലി എപ്പോഴും അവർക്ക് ഡെയിലി കോൺഫ്ലിക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല. നമ്മൾ പീസ് ഏരിയ മാക്സിമം സർവീസാണ്. പിന്നെ CGയിലോട്ട് വന്നപ്പം സാർ നമ്മളെ പ്രിപ്പറേഷൻ ലെവൽ ഇപ്പം നമ്മളൊരു ഇപ്പം ഞാനിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം എക്സ് മിലിറ്ററി ഒരു 2-3 പേര്, ബാക്കി എല്ലാവരും ജനറൽ സ്റ്റുഡൻസ് ആണ്. ജനറൽ മീൻസ് അവർ കണ്ടിന്യൂ സ്റ്റഡീസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ കുട്ടികളായിരിക്കും കൂടെ ഇരിക്കുന്നത്. അവരുടെ ആ ലെവൽ ഓഫ് നോളജും അവരുടെ ആ ഒരു സ്പീഡും നമുക്ക് എന്തായാലും കാണില്ല. കാരണം നമ്മളൊരു 15 ഇയർ ലാഗാണ് നമുക്കത് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ഒരു കടമ്പ. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടെ ഓടിയെത്തുക എന്നുള്ളൊരിതാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനോട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലാണ് അവിടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതും പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇനി മറ്റൊരു കാര്യം, ഫാമിലിയെ പറ്റി, അതായത് ഫാമിലി ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു? ഫാമിലിയിൽ വൈഫ്, മോന് നേരത്തെ പറഞ്ഞതുപോലെ മോനിപ്പം 1ാം ക്ലാസ്സിലാണ്, കരവാളൂർ ആണ് പഠിക്കുന്നത്. അതെ, വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ വീട്ടിൽ അച്ഛനമ്മ. അച്ഛൻ റിട്ടയർ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റിൽ. ബ്രദറുണ്ട്. ബ്രദർ വയനാടാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പം ബ്രദർ വർക്ക് ചെയ്യുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ബ്രദർ ഇതുപോലെ തന്നെ 2007 എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടുന്ന അതേ ഇയറിൽ തന്നെ അന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ് CHSL-ലായിരുന്നു എൻറോൾമെന്റ്. സെയിം അതേ ഇയർ CHSL ക്ലിയർ ആയി കക്ഷി പോസ്റ്റൽ അസിസ്റ്റന്റിൽ കയറി. നമ്മൾ രണ്ടും ഒരേ വർഷമാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നാൾ ആർമിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത ആളാണ്. ഇനിയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഓഡിറ്റർ പോസ്റ്റുകൾ കൂടുതൽ വേക്കൻസി, പ്രത്യേകിച്ചും CGDA എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ആണ്. കൂടുതൽ വേക്കൻസീസ് എനിക്ക് തോന്നുന്നു നോർത്തിൽ ആണ് കൂടുതൽ വേക്കൻസീസ് എന്നാണ് വരുന്നത്. അപ്പം ഇനിയും ഫാമിലിയെ വിട്ട് നിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ വീട്ടുകാർ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ്? വീണ്ടും അത് താല്പര്യപ്പെടുന്നുണ്ടാവോ അതോ അവർക്ക് ഓക്കെ ആയിരിക്കും? ഞാൻ സർവീസ് കഴിഞ്ഞ് വന്നപ്പം തന്നെ നമ്മളൊരു ക്രൈറ്റീരിയ അടുത്തൊരു ജോബിൽ കയറുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൽ ഞാൻ പ്രിഫറൻസ് ആക്ച്വലി വെച്ചിട്ടില്ല സാർ. അങ്ങനെ മീൻസ് ഇപ്പോൾ കേരളം ഒബിയസ്ലി ആഗ്രഹമുണ്ട്, നമുക്ക് നാട്ടിൽ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയ സർവീസ് വെച്ചിട്ട് ഇതിപ്പോൾ ഓൾ ഇന്ത്യ സർവീസാണ്, ആർമിയുടെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും മാക്സിമം. അപ്പോൾ ആർമിയുടെ കമാൻഡ്സ് തന്നെ ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി നോർത്തേൺ കമാൻഡ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സർവീസ് ചെയ്തേ പറ്റും. പിന്നെ 3 ഇയേഴ്സിൽ ട്രാൻസ്ഫർ ജോബാണ് ഈ ഓഡിറ്റർ പോസ്റ്റ്. അപ്പം അത് മേ ബി ഞാനതൊരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നില്ല. കാരണം നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റിൽ ആവണമെന്നുള്ളൊരു ഐഡിയ ആണ്. വീടൊക്കെ ഒരു വീടിൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ജോബ് എവിടെയായാലും ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഇപ്പം CGD ആയാലും ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി എല്ലാം എല്ലായിടത്തും മാക്സിമം ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങും അക്കോമഡേഷൻ്റെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. പിന്നെ ഒരു ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ, വേറെ ഇഷ്യൂസ് ഇല്ല. ഓക്കെ. അപ്പം നമ്മുടെ ഇത്രയും നാളത്തെ CGL എക്സാംസിൻ്റെ പ്രിപ്പറേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇനിയും പിന്നെ എന്തൊക്കെയാണ് ഒരു ബിഗിനറെ സംബന്ധിച്ച് ഒരു SSC CGL എക്സാമിനെ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിഗിനർ സ്റ്റുഡൻറ്റിനോട് അയാൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അയാളുടെ ഒരു ബേസിക് പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വരെ പഠിക്കണം, എന്ത് വരെ പഠിക്കണം, എങ്ങനെയാണ് അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഒന്നാമത്തെ കാര്യം സാർ, നമുക്ക് SSCയുടെ അവയർനെസ് പൊതുവെ കുറവാണ്, എസ്പെഷ്യലി സദേൺ സൈഡിലോട്ട്. അത് നമുക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ബോട്ടം പേജിലായിരിക്കും നമ്മുടെ സദേൺ റീജിയനിലെ ആൾക്കാരുടെ പേര്. ബാക്കി എല്ലാം ഒരു 30 പേജ് ഉണ്ടെങ്കിൽ 29 പേജിലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. അത് അവരുടെ മെജോറിറ്റി, അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഹൈദരാബാദിൽ NDSൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് പോയിരുന്നു. അപ്പം നമ്മളിവിടെ 4 മലയാളീസ് മാത്രമേ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഷിജു എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേർക്കായിരുന്നു ഇവിടുന്ന് കിട്ടിയത്. അപ്പം ആ 4 മലയാളീസിന് ശേഷം ബാക്കി വന്ന അന്നത്തെ ദിവസം 25 പേരിൽ ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അവരടുത്തൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പം നമുക്ക് ഒബിയസ്ലി സർവീസിലായിരുന്നുകൊണ്ട് ഹിന്ദി അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചു ഒരു തൊട്ട്. അപ്പോൾ ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പേർക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് ഞാൻ ചോദിച്ചത് നിങ്ങൾ എത്ര നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ 6 വർഷം. അതായത് ഡിഗ്രി കഴിഞ്ഞ ശേഷം കക്ഷി 26 വയസ്സ്, അവരുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് MDSൻ്റെ. അപ്പം 6 വർഷമായിട്ട് കണ്ടിന്യൂ ഒരേ ടൈം ടേബിൾ വെച്ച് ഒരേ രീതിയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു വർഷത്തിൽ നമുക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് വന്നിട്ട് യാതൊരു അർത്ഥമില്ല. കാരണം നമ്മളെ ലെവൽ ഓഫ് പ്രിപ്പയർനെസ് അല്ല അവരുടെ. അപ്പം നമുക്ക് അതിനോട് പിടിച്ചിരിക്കണമെങ്കിൽ ഒബിയസ്ലി നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇറങ്ങി തിരിച്ചേ പറ്റും. അതെ, കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, കോമ്പറ്റീഷൻ മനസ്സിലാക്കി തന്നെ കോമ്പീറ്റ് ചെയ്യുക, ഈ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് തന്നെ ഇപ്പം കണ്ട് അത് കാര്യമില്ല. കാരണം കട്ട് ഓഫ് മാറിയും തിരിഞ്ഞും വരും. അത് നമ്മളെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്, നമ്മളൊരു ലെവലിൽ നമ്മൾ
എപ്പോഴും മേലോട്ട് പോകാനേ നോക്കുക, താഴോട്ട് പോകാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. അതെ, ഈ പറയുന്ന ഈ വർഷത്തെ കട്ട് ഓഫിനൊക്കെ ഒരുപാട് വേരിയേഷൻസ് വന്നു, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യനോളം ക്യാൻസൽ ചെയ്തു, അതനുസരിച്ച് സ്കോർ മാറി എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് 2 ഫാക്ടേഴ്സാണ് എപ്പോഴും ഉള്ളത്. ഞാൻ കരുതുന്നത് എങ്ങനെയാണ്, പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, നമ്മൾ ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സമയം എന്ന് വേണമെങ്കിൽ പറയാം, ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ ലക്ക് എന്ന് പറയും, ചിലർ ടൈം എന്ന് പറയും. ഈ 2 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സക്സസ് എത്താൻ പറ്റൂ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനൊരു കാര്യം ഈ വർഷം സംഭവിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാളും നമ്മൾ അടുത്തൊരു ബെറ്റർ ടൈമിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഡിപ്രസ്ഡ് ആവുകയും വീണ്ടും ഈ പരീക്ഷ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞു പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം 2 അറ്റംപ്റ്റുകൾ കൊടുത്തിട്ട് 3rd അറ്റംപ്റ്റിലാണ്. ഈ അറ്റംപ്റ്റിലെല്ലാം ചെറിയ പരീക്ഷകൾ ക്ലിയർ ചെയ്തിരുന്നു, എന്നിരുന്നാൽ പോലും ബെറ്റർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ഒരു ടൈം എടുത്താൽ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഷെയർ ചെയ്തത്. ഫാമിലിയിൽ നിന്നായാലും സാറേ പ്രഷർ ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് കേരളക്കരയിൽ മൊത്തം ഉള്ളത്. അതിപ്പോൾ ഒബ്വിയസ്ലി ഡിഗ്രി കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ സർവീസ് കഴിഞ്ഞ് വരുന്നുണ്ട്, പെൻഷനായി വരികയാണ്. നമ്മൾ ആ സർവീസിലെ ലെവലായിരിക്കും നമ്മൾ പെൻഷനായി കഴിയുമ്പോൾ നമ്മളെ സജിൻ സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ജോലി അനിവാര്യമാണ്. പക്ഷേ നമ്മൾ അതിലും കഷ്ടമാണ്, നമ്മൾ ഈ നാട്ടുകാരുടെ ചോദ്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യിക്കുന്നത്. ഏറ്റവും സുഖവിവരം ചോദിക്കുന്നത് പോലെയാണ് ജോലി ആയില്ലേ എന്ന് ചോദിക്കുന്നത്. അത് സർവീസിലായിരുന്നു തന്നെ അവർ ചോദിക്കുന്ന പറഞ്ഞാൽ ആദ്യം ചോദിക്കുക എന്ന് വന്നു, രണ്ടാമത് ചോദിക്കുന്നത് എന്നാ പോന്നേ. അപ്പൊ അതുപോലെ അത് ഗൾഫുകാരത്തും അതേ ചോദ്യം തന്നെ. അതേപോലെ തന്നെ നമുക്കും ആ ഒരു പ്രഷർ. പക്ഷെ എന്തായാലും നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി ഫാമിലി ആകുമ്പോൾ സാർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും, മോൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ അക്കാഡമി തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പം ദിശയിൽ ഞാൻ വന്ന് ചേർന്ന ശേഷം ഞാൻ ആ ദിശയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 or 6 hour ആണ് എൻ്റെ ബേസിക്കലി ഞാൻ പഠിക്കുന്ന ഒരു ദിവസത്തെ മെയിനായിട്ട് പഠിക്കുന്ന ടൈം അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ മേ ബി ഇപ്പം വീഡിയോ എന്തെങ്കിലും കണ്ടാലായി, ബുക്ക് വായിക്കാനുള്ള സമയം തീരെ കിട്ടാറില്ല. അപ്പം നമ്മൾ ആ 6 or 5 hours അക്കാഡമി സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഞാൻ ബേസിക്കലി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഒബിയസ്ലി ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന അയാൾ വിചാരിക്കും ഇപ്പം ഓൺലൈനിൽ നമ്മൾ തപ്പുമ്പോൾ തന്നെ നമുക്ക് ഒരു 1000 ചാനൽ കിട്ടാം. അത് നമുക്ക് ഒരു വർഷം തന്നെ ആ ചാനലിൽ കൂടെ സെർച്ച് ചെയ്താലും തീരാത്ത കണ്ടന്റ്സ് ഉണ്ട്. അപ്പം നമുക്കൊരു ഓറിയന്റേഷൻ ഇല്ലാതെയുള്ള പഠിത്തമായിരിക്കും അത്. നമ്മളൊരു അക്കാഡമി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു മന്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഓറിയന്റേഷൻ, നമുക്ക് എന്തൊക്കെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, എവിടം വരെ പഠിക്കണം, എന്നിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്. അപ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു ഓറിയന്റേഷൻ നമുക്ക് എല്ലാവരുടെയും കേസല്ല, കുറച്ച് പേർക്ക് അത് ഓക്കെ ആയിരിക്കാം. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് നമുക്കൊരു ഓഫ്ലൈനായിട്ട് കിട്ടുന്ന ആ ഒരു ഓറിയന്റേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ആക്ച്വലി ഫ്രീ ആയിട്ടുണ്ട്. യൂട്യൂബിൽ അൺലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്. അൺലിമിറ്റഡ് റിസോഴ്സസിലേക്ക് ആവരുത് നമ്മൾ പോകുന്നത്. അതായത് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രം യൂസ് ചെയ്യുക, ബേസിക്സ് പഠിക്കാൻ മാത്രം റിസോഴ്സ് യൂസ് ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ വെച്ച് മാക്സിമം വർക്ക്. ഇതാണ് ഒരു ബെറ്റർ സ്ട്രാറ്റജി എന്ന് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അപ്പം അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് പേര് പറയാറുള്ളൊരു കാര്യമാണ്. ഇനിയും എനിക്ക് മറ്റ് ചോദ്യങ്ങൾ, ഇപ്പം ആർമിയിൽ വർക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ വീണ്ടും എന്തെങ്കിലും ആർമിയിൽ ഒരുപാട് ആൾക്കാർ പല എക്സ്പീരിയൻസുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ചും ബോംബ് കഥകളും ഒക്കെ പല കഥകൾ പറയാറുണ്ട്. അപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ആർമി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് മെയിനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഒരുപാട് സ്ഥലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ഷൻ, അതൊരു വലിയ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിപ്പം കേരളത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് വളരുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത്രയും സംസ്ഥാനങ്ങളിൽ പല ആൾക്കാർ പല രീതിയിലുള്ള സംസാരം, പല ഭാഷകൾ, പല ആചാരങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ആർമി അല്ലെങ്കിൽ ഒരു ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ഫോഴ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ എക്സ്പോഷറാണ്. നമുക്ക് എല്ലാവരുടെയും ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് ഹോളിയൊക്കെ ആഘോഷിച്ചാൽ, ഇപ്പോൾ കോളേജുകളിലൊക്കെയാണ് ഹോളി ആഘോഷിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഹോളി ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ എല്ലാ ഒരു ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ ആഘോഷിക്കും. അതെ, തീർച്ചയായും നമ്മൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ നമ്മുടെ ഡിഫൻസ് ലൈഫ് തന്നെ ഒരു എക്സ്പീരിയൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഒരുപാട് നമുക്കിപ്പം പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്, എക്സ്പോഷർ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അപ്പോഴേ നമുക്ക് റിയാലിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പലപ്പോഴും കഥകൾ ചോദിക്കുമ്പോഴും പലരും പറയാൻ പഠിക്കുന്നത്, പലതും ഷെയർ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. പിന്നെ എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് GK പഠിക്കുന്നതിന്, GK ജോഗ്രഫി ഒക്കെ പഠിക്കുന്നതിന് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സാർ. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണോ?
ട്രാവലിംഗ് ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുക. ഞാൻ ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം ലീവിന് വന്നാലും ഇപ്പോൾ ഒരു 30 ദിവസം ലീവിന് വന്നാൽ ഞാൻ ഒരു 20 ദിവസം കറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബൈക്കിൽ പോകുന്ന, എനിക്ക് ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫാമിലി ആയതിനു ശേഷം ഞാനും വൈഫും അധികം സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് പോകാൻ. പിന്നെ മോനും കൂടെ ആയതിനു ശേഷം അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം എന്നാലും നമ്മൾ പ്ലാനിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ റിട്ടയർ ആയിട്ട് വന്ന സമയത്ത് ഞാൻ നമ്മളൊരു ഓൾ ഇന്ത്യ ബൈക്ക് ട്രിപ്പ് നമ്മൾ പ്ലാൻ, അതായത് നമ്മളെ 5 ഇയർ പ്ലാനിങ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ലാസ്റ്റ് റിട്ടയർ ആയപ്പോൾ നമ്മൾ കൊളീഗ്സ് തന്നെ നമ്മളൊരു ബാച്ച്മേറ്റ്സ് ഉണ്ട് 4 പേര്. നമ്മൾ 4 പേരും കൂടെയാണ് ഓൾ ഇന്ത്യ ഒരു റൈഡ് പോയത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പോകുന്നല്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു, അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ പറഞ്ഞു ഒരു മാസത്തേക്ക് നമ്മളെ നോക്കണ്ട, നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്താണ് പോയത്. അതായത് നമുക്ക് ഒരു ക്ഷീണം വരാതെ ഒരു മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലവും, നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റും നമ്മൾ ഏകദേശം കവർ ചെയ്തു. ലഡാക്ക് വരെ പോയി, ഇവിടുന്ന് റൈഡ് ചെയ്തു, ലഡാക്ക് വരെ പോയി, അവിടുത്തെ ഹയസ്റ്റ് മോട്ടോർ റോഡ് ഇത് ഉംലിംഗ്ലായിൽ പോയി, അവിടുന്ന് റിട്ടേൺ റൈഡ് ചെയ്ത് തന്നെ വെസ്റ്റേൺ സൈഡിൽ കൂടെ റൈഡ് ചെയ്ത് തിരിച്ച് കേരളത്തിലെത്തും. അപ്പോൾ നമുക്ക് ഇപ്പം അതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ച്വലി പഠിക്കാൻ വരുന്നത്. ഞാൻ 22 സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പം അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാവുന്ന നമ്മുടെ നിത്യ മിസ്സായിരുന്നു ആ സമയം നമുക്ക് GK സ്റ്റാറ്റിക് എടുത്തുകൊണ്ടിരുന്നത്. മിസ്സിൻ്റെ ക്ലാസ് അപ്പം നമ്മൾ മിസ്സിങ്ങിന് ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറയും മിസ്സിൻ്റെ അടുത്ത്, മിസ് ഞാൻ പോയിട്ടുള്ള സ്ഥലം ഇവിടെ ഇങ്ങനെയാണ്. അപ്പം ഒബിയസ്ലി നമുക്കൊരു അഷുറൻസ് ആണ്. അതായത് മിസ് പറയാ ഇത് ഇന്നടത്താണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിന്നടത്ത് തന്നെ ഞാൻ പോയിട്ടുണ്ടല്ലോ, കാണാതെ പഠിക്കേണ്ട ആവശ്യം. അവിടെ പിന്നെ രണ്ടാമത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മൾ അപ്പോഴേ മനസ്സിൽ ആ പിക്ചർ വരികയാണ്. അപ്പം അതിൽ നമ്മളെ ട്രാവൽ ഒരുപാട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ബേസിക്കലി മോണുമെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില പ്രത്യേക വൈൽഡ് ലൈഫ് പാർക്ക്, അങ്ങനെയുള്ള പല സ്ഥലം. ഇപ്പം പെഞ്ചിന്റെ കാര്യം പറയുന്നത് മധ്യപ്രദേശിലാണ്. അപ്പം ഞാൻ അതിനകത്തൂടെ റോഡിൽ കൂടെ പോയിട്ടുണ്ട്. എനിക്കപ്പോൾ അറിയാം അവിടുത്തെ എന്താണ്, അവിടെയാണ് മറ്റേ ജംഗിൾ ബുക്ക് എഴുതിയത്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്ഥലം നമുക്ക് ഓർമ്മ വരും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് GK കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യം, പ്രത്യേകിച്ച് സ്റ്റാറ്റിക്കലി ഇതൊക്കെ പഠിക്കുമ്പം ഓർമ്മ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് അപ്പം ഇത്രയും നേരത്തുകൊണ്ട് ഷെയർ ചെയ്തു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷൻ ഒരുപാട് പേർക്ക് കേരളത്തിൽ SSC CGL എക്സാംസ് എഴുതുന്ന ഒരുപാട് പേർക്ക് വളരെയധികം യൂസ്ഫുൾ ആയി കാണും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.